Good morning. So welcome back. Entrepreneurship Development. Okay, അതൊരു തിയറി പേപ്പറാണ്. ആ ഒരു തിയറി പേപ്പറിലെ ഫോർത്ത് മൊഡ്യൂൾ, ന്യൂ സിലബസ് അനുസരിച്ചിട്ട് ഫോർത്ത് മൊഡ്യൂൾ. ഓക്കെ, ഫോർത്ത് മൊഡ്യൂൾ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ എന്നാണ് ടോപ്പിക്കിന്റെ പേര്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് കുറവാണ്, ചെറിയ കണ്ടന്റ് ആണ്. ബട്ട് ഈ ഒരു ചെറിയ കണ്ടന്റിനെ തന്നെ ഒരു മൊഡ്യൂളായിട്ട് തന്നെ അവര് നമുക്ക് തന്നേക്കണം. ഒരു ചെറിയൊരു കണ്ടന്റിന് അവര് ഒരു മൊഡ്യൂളായിട്ട് തന്നെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, സോ പ്രാക്ടിക്കലി സബ്ജക്ട് വൈസ് മാത്രമല്ല നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തിയറി പേപ്പറാണ്. ഈ തിയറി ബേസിൽ മാത്രമല്ല നമുക്കത് പ്രാക്ടിക്കലി ഒരു ബിസിനസ്സിന് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ലോണിന് അപ്ലൈ ചെയ്യാൻ, ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ, അതുപോലെ തന്നെ അപ്രൂവൽ കിട്ടാൻ, നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, എന്തൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു ഇനീഷ്യൽ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ഡെവലപ്ഡ് ബിസിനസ്സിനാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അത് ആവശ്യമാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാം. ഇപ്പോൾ ഒരു ഫിലിം കാറ്റഗറി. ഓക്കെ, നമ്മൾ സിനിമ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഉണ്ടാവും, അഥവാ കഥ. ആ ഒരു കഥനെ എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു സ്ക്രിപ്റ്റ് ആക്കിയതിന് ശേഷമാണ് അതൊരു ഫിലിമായിട്ട് നമ്മൾ എടുക്കുന്നത്, ഷൂട്ട് ചെയ്യണത്, കാര്യങ്ങളെല്ലാം അല്ലേ. അത് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ, അതിന്റെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ അവിടെ നിന്നാണ്. അപ്പോൾ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ആ കഥ കഥ കേട്ട് ഇത് മതി എന്നും പറഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് ഷൂട്ട് ചെയ്യാം. ബട്ട് അതിന് പകരം ആ ഒരു കഥനെ നമ്മൾ സ്ക്രിപ്റ്റ് ആക്കി എടുക്കണം. അത് ഓരോ കാര്യങ്ങളും എവിടുന്ന് എങ്ങനെ എന്ത് കറക്റ്റ് ആ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇറക്കിയതിന് ശേഷമാണ് ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തിരക്കഥ ആരാണോ ആക്ട്രസ് ആരാണോ ആക്ട്രസ് അവർ കേൾക്കുമ്പോൾ എങ്ങനെയാ ആ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ഫുൾ പിക്ചറൈസേഷൻ എന്താണ് സിനിമ, ആ ഒരു ഫുൾ പിക്ചറൈസേഷൻ കിട്ടിയതിന് ശേഷമാണ് അവര് ഡേറ്റ് കൊടുക്കുക. ഇന്ന ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ അവർ ഡേറ്റ് കൊടുക്കൽ കാര്യങ്ങളെല്ലാം. അപ്പൊ അവർ ആ ഒരു ഈ കഥ ഒന്ന് കേട്ട് നോക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു കഥ കേൾക്കുമ്പോൾ അവർക്ക് ആ ഒരു ഫുൾ പിക്ചറൈസേഷൻ കിട്ടാണ്. അതുപോലെ നമ്മൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും നമുക്ക് അപ്രൂവൽ കിട്ടേണ്ടതാണ്, നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ലോൺ ആപ്ലിക്കേഷനും എല്ലാത്തിനും നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത് അവരെ അപ്രൂവൽ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ആ ഒരു ഫുൾ പിക്ചർ എന്താണോ അതിന്റെ കണ്ടന്റ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിലാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുക അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെല്ലാം ആണ് അതിന്റെ കണ്ടന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് അത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കണ്ടന്റ് ഈ ഒരു തിരക്കഥ ഇല്ലാണ്ട് ആ ഒരു കഥ കേട്ട് നേരെ ഷൂട്ടിങ് തുടങ്ങിക്കൂടെ സിനിമയുടെ കേസിൽ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ കേസിൽ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. സോ അതെല്ലാം നമുക്ക് നോക്കി നോക്കാം, എന്താണിത് എല്ലാം ഒന്ന് നോക്കാം. സോ എ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് എ ബിസിനസ് പ്ലാൻ ടു കൺവേർട്ട് ബിസിനസ് ഐഡിയ ഇൻ ടു വർക്കിംഗ് വെഞ്ചർ. ഓക്കെ, ആ ഒരു ബിസിനസ് പ്ലാൻ ആ ഒരു ബിസിനസ് ഐഡിയനെ ഒരു വർക്കിംഗ് വെഞ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ബിസിനസ് പ്ലാൻ ആണ് എന്തെന്ന് പറയുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. It states the business proposed to be undertaken by the entrepreneur and its feasibility. ആ പ്രപ്പോസ് ചെയ്ത ബിസിനസിന്റെ ഫീസിബിലിറ്റി എല്ലാം അതിൽ സ്റ്റേറ്റ് ചെയ്യും. എല്ലാതും നമ്മൾ അതിൽ കാണിക്കും. എങ്ങനെയാണ്, എക്കണോമിക്കലി ഫീസിബിൾ ആണോ, ഫൈനാൻഷ്യലി ഫീസിബിൾ ആണോ, എല്ലാതും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ഇങ്ങനെ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട്, ഇതിനൊരു എക്സ്ട്രാ നെയിം വേറെ ഉള്ളതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഇതൊക്കെ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൂടെ നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെയാണ് ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്നും പറയാം. കാരണം ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ആ ഒരു പ്രോജക്റ്റ് എന്താണോ അതിന്റെ കണ്ടന്റ് ഫുൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് എക്കണോമിക്കലി ഫീസിബിൾ ആണോ, ടെക്നിക്കലി ഫീസിബിൾ ആണോ, ഫൈനാൻഷ്യലി ഫീസിബിൾ ആണോ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കണത് അല്ലേ. സോ എന്താ പറയണേ, ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് ഫസ്റ്റ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതിലത്തെ ആ ഒരു ഓരോ കണ്ടന്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണതാണ് എന്തെന്ന് പറയണത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയണത്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽ പ്രിപ്പറേഷനിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ സ്റ്റാർട്ടിങ് എൻഡിങ് ഫുൾ എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാതും ഡീറ്റെയിൽഡ് പബ്ലിഷ് ചെയ്യും.
ഓക്കെ, അപ്പൊ ആ ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറപ്പിക്കാം ഇനി അത് തുടങ്ങണോ വേണ്ടേ, ഡിസിഷൻ മേക്കിംഗ് എല്ലാത്തിനും നമുക്ക് അത് ഹെൽപ്ഫുൾ ആണ്. സോ നമുക്ക് നോക്കി നോക്കാം. സോ project report. എന്താണ് project report? Project report is defined as a report which provides all the necessary details of the unit proposed to be established either for manufacture of a product or for rendering a service. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനോ ആവശ്യമായിട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്ന ആ ഒരു ബിസിനസ്സിന്റെ റെലവൻറ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അതിന്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻസ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്? എന്തിന് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഫിലിമിന്റെ കേസിൽ. ഓക്കെ, ആ ഒരു സ്ക്രിപ്റ്റിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അത് എന്തിനാണ്, അല്ലെങ്കിൽ വൈ പ്രോജക്റ്റ് റിപ്പോർട്ട് അതില്ലാണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടെല്ലാം അത് നമുക്ക് യൂസ്ഫുൾ ആണ്, അത് എന്തിനെല്ലാം ആവശ്യമാണ് എന്നുള്ളതും നോക്കി നോക്കാം. Project appraisal. A project report helps in assessing the feasibility of a project. It helps the entrepreneur decide whether to move forward or not with the proposed project for development activities or the development of a new product line. ഇതിൽ എന്താണ് നമുക്ക് ആ ഒരു പ്രോജക്റ്റ് അസസ് ചെയ്യണത് ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് ഫീസിബിൾ ആണോ, എക്കണോമിക്കലി ഫീസിബിൾ ആണോ, ഫൈനാൻഷ്യലി ഫീസിബിൾ ആണോ, എല്ലാം കൊണ്ടും നമുക്ക് അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ അതിന്റെ മെറിറ്റ്സ് എന്തെല്ലാമാണ് അല്ലെങ്കിൽ അതിന്റെ ഡിമെറിറ്റ്സ് എന്തെല്ലാമാണ്, നമ്മളിത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ആ ഒരു മാനേജേഴ്സിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് അഥവാ പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ നമ്മുടെ ആ ഒരു ഡിസിഷൻ അത് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ വേണോ വേണ്ടേ, പ്രൊസീഡ് ചെയ്യണ്ടേ എന്ന് അങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്കിത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, ബിസിനസ് പ്ലാനിങ്. എ പ്രോജക്റ്റ് റിപ്പോർട്ട് ഫെസിലിറ്റേറ്റ് ബിസിനസ് പ്ലാനിങ്. ഓക്കെ, ബിസിനസ് പ്ലാനിങ്ങിന് ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് എപ്പോൾ നടക്കണം, അല്ലെങ്കിൽ എവിടെ വെച്ച് നടക്കണം, എങ്ങനെ നടക്കണം, ആരെല്ലാം വരണം, അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പാടെ നമുക്ക് നേരെ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ആ ഒരു റിപ്പോർട്ട്, ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് അത് നോക്കിയിട്ട് അത് വായിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പിക്ചറൈസേഷൻ കിട്ടും. എവിടെ മുതൽ തുടങ്ങണം, എവിടെയാണ് വേണ്ടത്, അങ്ങനെയുള്ള നമുക്ക് ആ ഒരു പ്ലാനിങ്ങിന് നമുക്കത് യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആൻ എക്സ്പേർട്ട്. ആരാണ് പ്രിപ്പയർ ചെയ്യണത്? ഒരു എക്സ്പേർട്ട് ആണ് പ്രിപ്പയർ ചെയ്യണത്. ആഫ്റ്റർ എ ഡീറ്റെയിൽഡ് സ്റ്റഡി ആൻഡ് ഓക്കെ, നല്ല വൃത്തിക്ക് ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് പഠിച്ചതിന് ശേഷം ഒരു എക്സ്പേർട്ട് ആണ് ഇത് പ്രിപ്പയർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ അത് എന്തിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്, ആ ഒരു പ്രോജക്റ്റിന്റെ വേരിയസ് ആസ്പെക്ട്സ് അനലൈസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യണത്. വിച്ച് ഹെൽപ്സ് ഇൻ പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ഇത് പ്ലാനിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ബിസിനസ് പ്ലാനിങ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. പ്രോജക്റ്റ് അപ്രൈസൽ വിച്ച് ഇസ് ഹെൽപ്ഫുൾ ഫോർ മാനേജേഴ്സ് ടു ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആൻഡ് ഡൂസ് ആൻഡ് ഡോൺസ്. ഓക്കെ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതും കാര്യങ്ങളെല്ലാതും. ഓക്കെ, ബിസിനസ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് എക്സ്പേർട്ട് ആണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞ് ആ ആള് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം എല്ലാ ആസ്പെക്റ്റിൽ നിന്നും ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് നമുക്ക് ബിസിനസ് പ്ലാനിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പ്ലാനിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ലീഗൽ റിക്വയർമെന്റ്സ്. ഓക്കെ, നമുക്കറിയാം ഇത് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ലീഗലി നമുക്ക് ആവശ്യമാണ്, നിയമപരമായിട്ട് നമുക്കിത് ആവശ്യമാണ്. കാരണം ഗവൺമെന്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഗവൺമെന്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്രൂവൽ കിട്ടണം, നമുക്ക് ലൈസൻസ് കാര്യങ്ങൾ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും നമുക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമുക്ക് ലീഗലി എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ എന്തായാലും സബ്മിറ്റ് ചെയ്തിരിക്കണം. സോ എ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ പ്രസന്റിംഗ് ദ സെയിം to government authorities for fulfilling legal requirements and for availing facilities and concessions and facilities നമുക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റ് അതോറിറ്റീസിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യണം. ഓക്കെ, പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ലീഗലി അത് ആവശ്യമാണ്. ഓക്കെ, തിയററ്റിക്കലി നമ്മൾ പഠിക്കണത് രീതിക്ക് മാത്രമല്ല, ഇത് നമ്മുടെ പ്രാക്ടിക്കലി ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും അതിനെ ഒരു മൊഡ്യൂളാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 4th മൊഡ്യൂൾ ആക്കിയിട്ട് തന്നെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാം.
ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ ഹെൽപ്ഫുൾ ടു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഫൈനാൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഫണ്ട് റൈസ് ചെയ്യണം. ഫൈനാൻസ് റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ അടുത്ത് അവർ പ്രോജക്റ്റ് റിപ്പോർട്ട് ചോദിക്കും. അത് ഫീസിബിൾ ആണോ, അവർക്ക് നമ്മളെ കൊണ്ട് ആ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ നമുക്ക് ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേ ബാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലേ, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് പേ ബാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ടാവോ എന്നുള്ളത് അവർക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് എന്തെന്ന് പറയുന്നത്, പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പ്രോജക്ട് റിപ്പോർട്ട് ഫുൾഫിൽസ് ദ ഫോർമാലിറ്റീസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊവൈഡ് ഫൈനാൻസസ് ടു ന്യൂ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഇറ്റ് ഹെൽപ്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേക്ക് അപ്രൈസൽസ് റിഗാർഡിംഗ് ഫൈനാൻഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. അവരിതെല്ലാം നമ്മൾ ഫീസിബിൾ ആണോ എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഡിസൈഡിങ് ദ റൈറ്റ് ഡയറക്ഷൻ. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് ഡയറക്ഷനിലാണോ എന്നുള്ളത്. ഇഫ് റൈറ്റ്ലി പ്രിപ്പയർഡ് ദ പ്രോജക്ട് റിപ്പോർട്ട് എനാബിൾസ് ദ ഓൺടർപ്രണർ ടു എൻഷുർ ദാറ്റ് ഹി ഈസ് പ്രൊവൈഡിങ് ഇൻ ദ റൈറ്റ് ഡിസിഷൻ. ആ ഒരു പ്രോജക്ട് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഓൺടർപ്രണർക്ക് മനസ്സിലാവും എന്തെന്ന്. ഓക്കെ, ഇയാൾ പ്രൊസീഡ് ചെയ്ത് പോണത് ഒരു റൈറ്റ് ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ അത് വേണോ, ഇനിയിപ്പോൾ ആ ഒരു റൈറ്റ് ഡിസിഷൻ അല്ല, ഇറ്റ്സ് എ റോങ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇനി നോട്ട് ടു മൂവ് ഫോർവേഡ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ 2 പ്രോജക്റ്റ് നമുക്ക് ഫീസിബിലിറ്റി ടെസ്റ്റിന് നമ്മൾ അയച്ചപ്പോൾ ഫീസിബിലിറ്റി ടെസ്റ്റിന് ശേഷം 2 പ്രോജക്റ്റ് നമുക്ക് യെസ് എന്ന രീതിക്ക് വന്ന്. ഓക്കെ, ഇതിൽ 2 നമുക്ക് ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാന്നുള്ള ആ ഒരു രീതിക്ക്. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും തോറും നമുക്ക് തീരുമാനിക്കാം ഇതിൽ ഏതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ വൺ, അല്ലെങ്കിൽ ഏത് നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്റ്റ്. എ പ്രോജക്റ്റ് റിപ്പോർട്ട് എനാബിൾസ് ആൻ ഓൺട്രപ്രണർ ടു കമ്പയർ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ആൻഡ് സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ. ഓക്കെ, മോസ്റ്റ് സ്യൂട്ടബിൾ വൺ സെലക്ട് ചെയ്യാനും നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ 7th വൺ, ഡിസൈഡിങ് ദ ഫീസിബിലിറ്റി. എ പ്രോജക്റ്റ് റിപ്പോർട്ട് ഹൈലൈറ്റ്സ് ദ practicability of a project based on various factors such as എക്കണോമിക്കലി ഫീസിബിൾ ആണോ, ഫൈനാൻഷ്യലി ഫീസിബിൾ ആണോ, ടെക്നിക്കലി ഫീസിബിൾ ആണോ, സോഷ്യൽ ഡിസൈറബിലിറ്റി, എല്ലാം കൊണ്ടും ഫീസിബിൾ ആണോ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇതിന്റെ ഫീസിബിലിറ്റീനെ പറ്റിയിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 7 കാര്യങ്ങളാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ആ ഒരു രീതിക്ക് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ എന്തെല്ലാം ഇപ്പൊ എന്തിനു വേണ്ടിയിട്ട് വൈ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യണത്, പ്രോജക്റ്റ് റിപ്പോർട്ട് വൈ, അല്ലെങ്കിൽ വൈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അതിന് നമ്മൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ, കാരണം ഈ ഒരു കണ്ടന്റ്സ് എല്ലാതും നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ഇത് എന്ന് പറയുന്നത്. കണ്ടന്റ് കുറവാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് നമുക്കൊരു പക്ഷേ എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ എന്തുകൊണ്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് നോക്കി, ഇനി നമ്മൾ എന്തെല്ലാം ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ റിക്വയർമെന്റ്സ്, കണ്ടന്റ് ഓഫ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്, ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് എന്തെല്ലാം നോക്കാം. എ ഗുഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഓക്കെ, ഒരു ഗുഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആവും. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ജനറൽ ഇൻഫോർമേഷൻ. The project report should give information regarding the product profile and product details. ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഒരു ജനറൽ ഇൻഫോർമേഷൻ, പ്രോഡക്റ്റ് എന്താണ്, പ്രോഡക്റ്റ് എങ്ങനെയാണ്, പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രൈസ് കാര്യങ്ങൾ, അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ജനറൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇനീഷ്യൽ ബിസിനസ്സിന് എല്ലായിടത്തും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് ആ ഒരു പ്രോജക്റ്റിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണോ ഒരാളുണ്ടാവും. ദ പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ദ നെയിം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ,
വർക്ക് എക്സ്പീരിയൻസ്, പ്രോജക്ട് റിലേറ്റഡ് എക്സ്പീരിയൻസ് എക്സെട്ര ഓഫ് ദി പ്രൊമോട്ടർ. ആ ഒരു പ്രൊമോട്ടറിന്റെ പേരെന്താണ്, ആളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആളുടെ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു രീതിക്കുള്ള പ്രോജക്ട് റിപ്പോർട്ടുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിക്കുള്ള പ്രോജക്ട്സുമായിട്ട് ആളുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എത്രയുണ്ട്, ഈ ഒരു ഫീൽഡിൽ ആൾ എത്രയായി വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രൊമോട്ടറിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ, ഇൻഫോർമേഷൻ ആസ് ടു ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ്, ആ ഒരു പ്രോജക്റ്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ, അല്ലെങ്കിൽ വേർ ഇറ്റ് ഈസ്, ലീസ് ഹോൾഡ് ഓർ ഫ്രീ ഹോൾഡ്, അത് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആണോ, ഇറ്റ്സ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ്, ആ ഒരു ലൊക്കേഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കോർ ലൊക്കേഷൻ എന്നൊക്കെ പറയില്ല നമ്മൾ, നല്ലൊരു ബെസ്റ്റ് ലൊക്കേഷനിലാണ്, ആ ഒരു ലൊക്കേഷൻ കാരണമാണ് അവിടെ ഇത്രയും അത് ബെനിഫിഷ്യൽ ആയത് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ ആ ഒരു ലൊക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അല്ലെങ്കിൽ ലൊക്കേഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താ പറയണത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ഏരിയ, കൺസ്ട്രക്ഷൻ ഏരിയ, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് അലോങ് വിത്ത് പ്ലാൻഡ് ലേഔട്ട്. ആ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഏരിയ എവിടെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ പറ്റിയിട്ട് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് അലോങ് വിത്ത് പ്ലാൻഡ് ലേഔട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്ലാൻ ലേഔട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു മാപ്പിംഗ് പോലെ നമുക്ക് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യണ രീതിക്ക് ആ ഒരു ഫോർമാറ്റ് പോലെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നിങ്ങനെ അങ്ങനെ ആ ഒരു കറക്റ്റ് ലേ ഔട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡീറ്റെയിൽസ് ഓഫ് മെഷീനറി റിക്വയർഡ്, നമുക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസ് എന്തെല്ലാമാണ്, ആ ഒരു മെഷീനറിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ സപ്ലൈസ് ഓഫ് സച്ച് പ്ലാന്റ്സ്, കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെയാണ്, എല്ലാതും ആ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറീസിനെ പറ്റിയിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. പ്രൊഡക്ഷൻ പ്രോസസ്സ്, the report should include description of the production process chart, technical know-how, ടെക്നോളജി ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ, പ്രൊഡക്ഷൻ പ്രോഗ്രാം. ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു റോ മെറ്റീരിയൽ ആയിരിക്കും. ആ ഒരു റോ മെറ്റീരിയലിനെ നമ്മൾ ഒരു പ്രോസസ്സിൽ ഇൻപുട്ട് ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ടിനെ നമ്മൾ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയതിന് ശേഷമാണ് നമുക്ക് അതൊരു ഔട്ട്പുട്ടായിട്ട് മാറുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്തെല്ലാമാണ് ആ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അങ്ങനെ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ യൂട്ടിലിറ്റീസ്, വാട്ടർ എവിടുന്നാണ്, പവർ, സ്റ്റീം, കംപ്രസ്ഡ് എയർ റിക്വയർമെന്റ്സ്, കോസ്റ്റ് എസ്റ്റിമേറ്റ്, ഇതിൻ്റെ എല്ലാം കോസ്റ്റ്, സോഴ്സ് ഓഫ് യൂട്ടിലിറ്റീസ്, വാട്ടർ എവിടുന്നാണ്, നമുക്ക് അതിന് എത്ര കോസ്റ്റ് വരുന്നത്, വാട്ടർ ചാർജ്, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള യൂട്ടിലിറ്റീസ് നമുക്ക് എവിടുന്നാണ്, അതിൻ്റെ കോസ്റ്റ്, ഇതെല്ലാം കവർ ദ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇതെല്ലാം നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കവർ ചെയ്തിരിക്കണം. പിന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻസും എങ്ങനെയാണ്, ഫെസിലിറ്റി ഫോർ ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഏത് രീതിക്കാണ്, കമ്മ്യൂണിക്കേഷൻ ഏത് രീതിക്കാണ്, ഇതെല്ലാം നമ്മൾ ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയണത്. ഇൻഫോർമേഷൻ ആസ് ടു ഫെസിലിറ്റി ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഗിവൺ ഇൻ ദ റിപ്പോർട്ട്. ഓക്കെ, ആ ഒരു ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ റിപ്പോർട്ടിൽ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്താ പറയണത്, റോ മെറ്റീരിയൽ, ലിസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് റിക്വയർഡ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പിന്നെ നമ്മൾ അത് എവിടുന്നാണ് അല്ലെങ്കിൽ എവിടുന്നാണ് നമ്മൾ ബൈ ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു റോ മെറ്റീരിയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ്, അങ്ങനെ റോ മെറ്റീരിയലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. പിന്നെ മാൻ പവർ, the project report should cover the requirement of skilled and semi-skilled workers. ഓക്കെ, നമ്മൾ റിക്രൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള മാൻ പവർ, സ്കിൽഡ് ആൾക്കാരാണോ വേണ്ടത്, സ്കിൽഡ് വർക്കേഴ്സിന് എത്ര എണ്ണം വേണം, സെമി സ്കിൽഡ് വർക്കേഴ്സിന് എത്ര എണ്ണം വേണം, അല്ലെങ്കിൽ ആ ഒരു മാൻ പവർ സപ്ലൈ നമുക്ക് എവിടുന്ന് നമുക്ക് ആ ഒരു സ്കിൽഡ് വർക്കേഴ്സിന് കിട്ടും, അല്ലെങ്കിൽ എവിടുന്നാണ് നമുക്ക് അതിന് കിട്ടുക, അങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കോസ്റ്റ് എത്ര ആവും, അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ലേബർ കോസ്റ്റ് എത്ര വരും, അങ്ങനെ മാൻ പവറിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ പ്രോഡക്ട്സ്, ദ പ്രോജക്ട് റിപ്പോർട്ട് ഷുഡ് കവർ ഇൻഫോർമേഷൻ ആസ് ടു പ്രൊഡക്റ്റ് മിക്സ്, എസ്റ്റിമേറ്റഡ് സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ദെയർ കപ്പാസിറ്റീസ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ, പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്,
ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് മിക്സ് എന്തെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ്സ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ആ ഒരു പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവും, അതിന് ഡിമാൻഡ് എങ്ങനെയാവും, കോസ്റ്റ് എങ്ങനെയാവും, പിന്നെന്താ അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ, ആ ഒരു പ്രോഡക്റ്റിന് പകരമായിട്ട് നമുക്ക് ഏത് പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താ പറയണത്, മാർക്കറ്റ്, അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റ്, അതായത് ലോക്കൽ മാർക്കറ്റിലാണോ, നാഷണൽ മാർക്കറ്റിലാണോ, ഇന്റർനാഷണൽ ലെവലിലാണോ, ഇനി ഇന്റർനാഷണൽ ലെവലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കൺട്രീസ്, അങ്ങനെ ട്രേഡ് പ്രാക്ടീസസ് എങ്ങനെയാണ്, അങ്ങനെ ആ ഒരു ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് പ്രൊമോഷൻസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, ലോക്കൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരും, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താ പറയണത്, റിക്വയർമെന്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എത്ര നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർ ആയിട്ട് വരും, നാച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓഫേർഡ് ആൻഡ് അവൈലബിൾ. വർക്കിംഗ് ക്യാപിറ്റലിൽ നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നമുക്ക് എത്ര അവൈലബിൾ ആവും, അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എത്രത്തോളം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. റിക്വയർമെന്റ് ഓഫ് ഫണ്ട് എത്ര നമുക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്, ലാൻഡിന് വേണ്ടിയിട്ട്, മെഷീനറീസിന്, എല്ലാത്തിനും ഓരോ എക്സ്പെൻസസും, എല്ലാ ചെറുതും വലുതുമായ എക്സ്പെൻസസ് എന്തെല്ലാം വരും, അല്ലെങ്കിൽ അങ്ങനെ മൊത്തം ഒരു ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കൂടുതൽ നമുക്ക് റിസർച്ച് ചെയ്തിട്ട് അതിനെ ഇമ്പ്രൂവ് ആക്കാനും വല്ല വഴിയുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ചെയ്തിട്ട് പുതിയത് വല്ലതും ഡെവലപ്പ് ചെയ്യാനുണ്ടോ, ദ പോസിബിലിറ്റി ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അതിൽ നിന്ന് നമുക്ക് ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എത്ര കോസ്റ്റ് ആവും, അങ്ങനെയുള്ള അതിൽ നിന്ന് നമുക്ക് റിസർച്ച് ഡെവലപ്മെന്റ് ആ ഒരു പ്രോജക്റ്റിൽ നിന്നുള്ള കൂടുതൽ നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വരുന്ന കോസ്റ്റ് കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഇൻപുട്ട് ഇട്ടാവും, ആ ഒരു ഇൻപുട്ടിന് ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഔട്ട്പുട്ട് വരും. ഇൻപുട്ട് ചെയ്യാൻ കൊടുത്ത് നമുക്ക് എത്രയാണോ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് കറക്റ്റ് എമൗണ്ടിലാവില്ല നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്, അതിലും കുറവായിട്ട് നമുക്ക് വരാം. ഓക്കെ, അതിലും കുറവായിട്ട് വരുമ്പോൾ ബാക്കി ഭാഗം നമുക്ക് വേസ്റ്റേജ് ആയിട്ട്, ഓക്കെ, അതിൽ അബ്നോർമൽ വേസ്റ്റേജ് ഉണ്ട്, നോർമൽ വേസ്റ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വേസ്റ്റേജിനെ പറ്റിയിട്ട് ആ ഒരു വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ ഫാക്ടറിത്തെ വേസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അത് മാനേജ് ചെയ്യുക, അങ്ങനെയെല്ലാം. ഇപ്പൊ ഇത്രയും ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ ഒരു റിപ്പോർട്ട് ആർക്കാണോ പ്രൊവൈഡ് ചെയ്യണത്, ആ ഒരു റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത ആള്, അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് കൺസിഡർ ചെയ്യണ ആ ആൾക്ക് ഈ ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാല് ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് ആ ഒരു പ്രോജക്റ്റ് എന്താണെന്നുള്ളത് അവർ കണ്ടു കഴിയും. ഓക്കെ, ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്, എന്തെല്ലാം ആണ് ആ ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എന്തിന്, പ്രോജക്റ്റിന്റെ പേര്, പ്രോജക്റ്റ് എന്താണ്, പ്രോജക്റ്റ് എന്തിനെ പറ്റിയിട്ടാണ്, പ്രോജക്റ്റിന്റെ നാച്ചർ, പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ, പിന്നെന്താ നമ്മള് ആരാണ് പ്രൊമോട്ടർ, പ്രൊമോട്ടറിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം, അങ്ങനെ എക്കണോമിക്കലി ഫീസിബിൾ ആണോ, ടെക്നിക്കലി ഫീസിബിൾ ആണോ, സോഷ്യലി ഫീസിബിൾ ആണോ, ഫൈനാൻഷ്യലി ഫീസിബിൾ ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാല് ആ ഒരാൾക്ക് ആ ഒരു ബിസിനസ് ഐഡിയനെ പറ്റിയിട്ടുള്ള എന്ത് കിട്ടും, ഫുൾ പിക്ചറൈസേഷൻ. ഓക്കെ, ഇന്ന സ്ഥലത്ത് നടക്കുന്ന ഇന്ന കാര്യങ്ങൾ, ഇന്നതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റ് ഇങ്ങനെ ആണ്, അതിന് ശേഷം അതിനിങ്ങനെ വിൽക്കണം, ആ ഒരു കറക്റ്റ് ആ ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ആ ഒരു പിക്ചറൈസേഷൻ ആൾക്ക് ലഭിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്നിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഭാഗത്തു നിന്നെല്ലാം എസ്എ ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ എഴുതാനുണ്ട്, കുറെ എഴുതേണ്ടതും ഉണ്ട്. ഓക്കെ, കുറെ എഴുതാനുണ്ട്, അതെല്ലാം പഠിക്കുക, എഴുതും വേണം. ഓക്കെ, സോ പിന്നെന്താ നമ്മൾ ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് പല ആസ്പെക്ട്സിൽ നിന്ന് നമ്മൾ സ്കോപ്പ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്, ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലെന്താ എക്കണോമിക് ആസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, അങ്ങനെ കോസ്റ്റ് എത്ര വരും, മെഷീനറീസിന് കോസ്റ്റ് എത്ര വരും,
അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എക്കണോമിക് ആസ്പെക്ട് അല്ലെങ്കിൽ ഡിമാൻഡ് എങ്ങനെ വരും, ആ ഒരു ഹോൾ അതിന്റെ എൻവറോൺമെന്റിൽ ഓക്കെ എത്ര ഡിമാൻഡ് വരും, അല്ലെങ്കിൽ ഇതിന് ആൾക്കാരുണ്ടാവും, നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാത്രം പോരാ, അതിനുള്ള ഡിമാൻഡ് നമ്മുടെ ചുറ്റുപാടുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് കൺസിഡർ ചെയ്യണം. എക്കണോമിക്കലി ഫീസിബിൾ ആണോ, എക്കണോമിക് ആസ്പെക്ട്സിനെ കൺസിഡർ ചെയ്യണം. പിന്നെന്താ പറയണത്, ടെക്നിക്കൽ ആസ്പെക്ട്സ്, ടെക്നിക്കലി ഇത് പറ്റുമോ, ടെക്നിക്കലി ദ പ്രോജക്ട് റിപ്പോർട്ട് ഷുഡ് ഗിവ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ ടെക്നിക്സ് റിക്വയർഡ്. എന്തെല്ലാം ടെക്നിക്ക് ആവശ്യമാണ്, അതെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടോ, എല്ലാം ഉറപ്പുവരുത്തണ്ടേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തെല്ലാം റിക്വയർഡ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. മെഷീൻ ആൻഡ് എക്യുപ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടോ, അതിന് ആവശ്യമായിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉള്ളതാണോ, അല്ലെങ്കിൽ പുതിയത് നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയാ പുറത്തുനിന്ന് നമ്മൾ ബൈ ചെയ്യേണ്ടതായിട്ട് വരുന്ന സാധനങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കൊണ്ടും നമ്മളതിൽ ഓക്കെ ആണോ, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആ ഒരു ടെക്നിക്കൽ ഫീച്ചർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ്, ഓക്കെ, ഫൈനാൻഷ്യൽ ഇതിലെ ഈ എക്കണോമിക് ആസ്പെക്റ്റും ഫൈനാൻഷ്യൽ ആസ്പെക്റ്റും ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഡൗട്ട് വരും. ഓക്കെ, അത് തെറ്റിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. എക്കണോമിക് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മൊത്തത്തിൽ ആ ഒരു പ്രോഡക്റ്റിന് ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല അവിടെ നമ്മൾ കൺസിഡർ ചെയ്യണത്, അതിന്റെ എൻവറോൺമെന്റിൽ ചുറ്റുമുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. ഓക്കെ, പക്ഷെ ഡിമാൻഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട്, അഥവാ നമ്മളിലുള്ള ക്യാപിറ്റൽ കാര്യങ്ങളെല്ലാം അതിന് പറ്റുമോ, അതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഷുഡ് റിവീൽ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ റിഗാർഡിങ് സോഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ അവൈലബിലിറ്റി ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഓൺട്രപ്രണർ. ഈ ഓൺട്രപ്രണർ അതിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും, അഥവാ ക്യാപിറ്റലായിട്ട് എത്ര കൊണ്ടുവരും, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അവൈലബിലിറ്റി, നമുക്ക് ഫൈനാൻസ് റേസ് ചെയ്യാൻ കഴിയുമോ, എത്ര നമുക്ക് അതിന് ആവശ്യമായിട്ട് വരും, എത്ര നമ്മൾ അവൈലബിൾ ആവും, അങ്ങനെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എന്താ പ്രൊഡക്ഷൻ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ പ്രോജക്ട് റിപ്പോർട്ട് ഷുഡ് ക്ലാരിഫൈ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ പ്രോഡക്റ്റ് സെലക്ടഡ് ഫോർ പ്രൊഡക്ഷൻ. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ, മേക്കിംഗ് സച്ച് എ സെലക്ഷൻ. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം എന്താ, നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കൂടുതൽ കാലം, അഥവാ ഗോയിങ് കൺസേൺ, നമുക്ക് അല്ലെങ്കിൽ ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്ന കാര്യമാവില്ല നമ്മൾ നോക്കുക, കൂടുതൽ കാലം നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തായാലും കുറേ ചെലവായിട്ട് കുറേ പൈസ എല്ലാം പല രീതിക്ക് നമ്മൾ നഷ്ടം, ധനനഷ്ടം, സമയനഷ്ടം, പല നഷ്ടങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെല്ലണത്. അപ്പൊ അത് നമ്മൾ ഇന്ന് നാളെ അവസാനിക്കണം എന്നുള്ള രീതിക്കല്ല. ഓക്കെ, അപ്പൊ അതിനെ പറ്റി എന്തുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്ത്, അത് നമ്മൾ നല്ല രീതിക്ക് ചിന്തിച്ച് എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്യണം നല്ലതാണോ, അങ്ങനെ ആ ഒരു പ്രൊഡക്ഷൻ ആസ്പെക്ട്, ആ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഡിസൈൻ, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈൻ കൊടുക്കണം, ഫുൾ എങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ കംപ്ലീറ്റ് ഡിസൈന് എന്ത് ചെയ്യുക, അതിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ മാനേജറിയൽ ആസ്പെക്ട്സ്, ഓക്കെ, ദ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ പേഴ്സൺസ് എൻട്രസ്റ്റഡ് വിത്ത് ദ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ. ഈ പ്രോജക്റ്റ് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യണത്, അല്ലെങ്കിൽ അവരുടെ ടോപ്പ് മാനേജേഴ്സ് മാനേജ് ചെയ്യണത് ആരാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഓൺട്രപ്രണർ ഒരാൾ ഒറ്റക്കാവില്ലേ ചെയ്യേണ്ടാവുക, ഒരാളിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു ടീമിനെ ഏൽപ്പിക്കും ഒരു മാനേജ് ചെയ്യാൻ. ഓക്കെ, അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു കാര്യങ്ങളിൽ അവർ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്താ പറയാ, അവരിതിൽ എക്സ്പേർട്ട് ആണോ, സ്പെഷ്യലൈസ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യും. ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തെല്ലാം ചെക്ക് ചെയ്തോ അതെല്ലാം നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല, ഇൻ കേസ് ദ ഓൺട്രപ്രണർ ഈസ് ക്യാരിങ് ഔട്ട് ദ മാനേജ്മെന്റ് ഹിംസെൽഫ്, ഓൺട്രപ്രണർ തന്നെയാണ് ഇത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിസ് ക്വാളിഫിക്കേഷൻ ദാറ്റ് എനേബിൾ ഹിം ടു അണ്ടർടേക്ക് സച്ച് റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എല്ലാതും അയാൾക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെ ഈ കാര്യങ്ങളെല്ലാമാണ് ഏതെല്ലാം ആസ്പെക്ട് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു ഗൈഡ് ലൈൻ അഥവാ ഗൈഡ് ലൈൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫോർമുലേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്.
ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? ജനറൽ ഇൻഫോർമേഷൻ. ഓക്കെ, ജനറൽ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് അഥവാ നമ്മുടെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വാസ്റ്റ് ആയിരിക്കും, അഥവാ ഫുൾ ഡീറ്റെയിൽസ് അല്ലേ. ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉള്ളതുകൊണ്ട് തന്നെ വാസ്റ്റ് ആയിരിക്കും, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വായിക്കണ ആൾക്ക് ആ ഒരു സമയത്ത് അയാൾ ഫുൾ വായിച്ചിട്ടില്ലെങ്കിലും ആൾക്കൊരു ജനറൽ ഇൻഫോർമേഷൻ അതിനെ പറ്റിയിട്ട് കിട്ടുന്ന രീതിക്ക് നമ്മൾ അതിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് പ്രോജക്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരു ജനറൽ ഇൻഫോർമേഷൻ. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നമുക്കൊരു സമ്മറി ഉണ്ടാവും. ഓക്കെ, ഒരു ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി പ്രൊവൈഡ് ചെയ്യുക. അതിലെന്താ ആ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്ററിലുണ്ടെങ്കിലും ആ ഒരു കണ്ടന്റിനെ ഒന്ന് ചുരുക്കി ഒന്ന് നമുക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു സമ്മറി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഒരു ജനറൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെന്താ പ്രിലിമിനറി അനാലിസിസ് ഓഫ് ആൾട്ടർനേറ്റീവ്സ്, എന്താണ് ഡിമാൻഡ് കാര്യങ്ങൾ അഥവാ പ്രസന്റ് നമ്മൾ തന്നെ ഒരു പ്രൈമറി അനാലിസിസ് നടത്തിയിരിക്കണം. ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ തന്നെ ഒരു പ്രൈമറി അനാലിസിസ് പ്രൊവൈഡ് ചെയ്യണം. പ്രസന്റ് ഡാറ്റ ഓൺ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡാറ്റ ഓൺ ദ കപ്പാസിറ്റി ദാറ്റ് വുഡ് ബി അവൈലബിൾ ഫ്രം പ്രോജക്ട്സ് that are already in production and under implementation at the time and when report is prepared. നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഡാറ്റ ഓൺ ദ കപ്പാസിറ്റി അവൈലബിൾ ആയിട്ട് ആ ഒരു പ്രോജക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസും അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം അണ്ടർ ഇംപ്ലിമെൻറ്റേഷൻ, നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാത്തിനും പറ്റിയിട്ട് നമ്മളൊരു അനാലിസിസ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് പ്ലാൻസ് ആൻഡ് ഇൻ ദ ഇൻഡസ്ട്രിയിലുള്ള ഓൾ എക്സിസ്റ്റിംഗ് പ്ലാൻസിനെ പറ്റിയുള്ള ലിസ്റ്റ്. പിന്നെന്താ ലൈസൻസസ്, ലിസ്റ്റ് ഓഫ് ഓൾ പ്രോജക്ട്സ് ഫോർ വിച്ച് ലൈസൻസസ് ഹാവ് ബിൻ ഇഷ്യൂഡ്, ലൈസൻസ് ഇഷ്യൂ ചെയ്തത്, ലൈസൻസിന് പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യും. ആ ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്തതിൻ്റെ ലിസ്റ്റ് എന്താ കാര്യങ്ങൾ, ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ്, അക്കൗണ്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിക്വയർമെൻറ്റ്സ് എന്തെല്ലാം ഉള്ളത് അതിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു പ്രൈമറി അനാലിസിസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് എടുക്കണം, നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ആ ഒരു പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഇതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ബോഡി എന്ന് പറയുന്നത്. കാരണം ഇതിലാണ് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. ഈ ഒരു പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫീസിബിലിറ്റി റിപ്പോർട്ട് ഷുഡ് പ്രസന്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടെക്നോളജി ഓർ പ്രോസസ് ചൂസൺ ഫോർ ദ ടെക്നോളജി അല്ലെങ്കിൽ പ്രോസസ് ചൂസൺ ഫോർ ദ project in order to assess the assessment of the environmental impacts on the project. Environmental impact, feasibility report, certain specific point particular informations, population, land, flora, fauna, pollution possibility, അങ്ങനെ ആ ഒരു വാട്ടർ പവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒക്കെ റിക്വയർമെൻറ്റ് എത്രത്തോളം നമുക്ക് ആവശ്യമാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അത് ഡിസ്ക്രൈബ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ മാർക്കറ്റിംഗ് പ്ലാന്, അത് നമ്മൾ നേരത്തെ മാർക്കറ്റിംഗ് പ്ലാനിനെ പറ്റിയിട്ട് പറഞ്ഞു. ഓക്കെ, അവൈലബിൾ ഡാറ്റ, മാർക്കറ്റിംഗ് പ്ലാനിനെ പറ്റിയിട്ട് അവൈലബിൾ ഡാറ്റാസ് ഇല്ലേ, ഡിമാൻഡ് എങ്ങനെയാണ്, സപ്ലൈ എങ്ങനെയാണ്, സപ്ലൈനെ പറ്റിയിട്ട് ഡിമാൻഡിനെ പറ്റിയിട്ട് ഏത് ഏരിയയിലാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്, മെത്തേഡ്, ഡാറ്റ യൂസ്ഡ് ഇൻ ദ മെയിൻ എസ്റ്റിമേറ്റ്, സപ്ലൈക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഏരിയാസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഡാറ്റ, പിന്നെന്താ പ്രൈസ് സെൻസിറ്റിവിറ്റി, പാസ്റ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റിൻ്റെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റിയുള്ള പാസ്റ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അഥവാ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലും കാര്യങ്ങളും അതിനെ പറ്റിയിട്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ആൻഡ് കോസ്റ്റ്, അതും നമ്മുടെ ഈ ക്യാപിറ്റൽ റിക്വയർമെന്റിൽ എന്താണ് നമുക്ക് ഇനീഷ്യലി നമ്മൾ ചാർജ് ചെയ്യണത്, എത്ര ആ ഒരു ഓൺടർപ്രണറിന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കും, അയാൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലാണ് ഓപ്പറേറ്റിംഗ് റിക്വയർമെന്റ് ആയിട്ട് നമുക്ക് ആവശ്യം വരുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. പിന്നെന്താ ഫൈനാൻഷ്യൽ അനാലിസിസ്, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നമ്മൾ ഇതിന് വയബിൾ ആണോ, ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഫൈനാൻഷ്യലി വയബിൾ ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. പിന്നെ എന്താ എക്കണോമിക് അനാലിസിസ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇൻഡിവിജ്വലി ഉള്ള അനാലിസിസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ
കുറച്ചും കൂടെ എന്താ പറയുക അതിൻ്റെ എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഡിമാൻഡും സപ്ലൈയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു കറണ്ട് എക്കണോമിക് സിറ്റുവേഷൻ എങ്ങനെയാണ്, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ പ്രിസൈസ് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു എക്കണോമിക് സിറ്റുവേഷൻ എങ്ങനെയാണ്, ഈ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടാവുമോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ നോക്കണം. പിന്നെന്താ സിമ്പിൾ ആൻഡ് കൺസൈസ് എന്ന് പറയുമ്പോൾ 3 Phs ആണ്. 3 Phs. ഓക്കെ, 3 Phs എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈ, ജസ്റ്റിഫൈ, ക്വാണ്ടിഫൈ. സിംപ്ലിഫൈ എന്ന് പറയുമ്പോൾ എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് വേണം, പക്ഷെ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു സിമ്പിൾ എന്ന രീതിക്ക്, അഥവാ ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ജസ്റ്റിഫൈ, നമ്മളിവിടെ ഈ കൊടുത്ത കാര്യങ്ങളെല്ലാം എന്താണ് റെലവൻറ്റ് ഇൻഫോർമേഷൻസ് ആണ്, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആണ് എന്നുള്ള ആ ഒരു കാര്യം, അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫോർമേഷൻ ആണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. പിന്നെ എന്താ ക്വാണ്ടിഫൈ, അഥവാ കറക്റ്റ് മെഷർമെന്റ് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഏകദേശം ഇത്ര വേണ്ടി വരും, അല്ലെങ്കിൽ ഏകദേശം ഇന്ന രീതിക്ക് അങ്ങനെ ഒരു കണക്കല്ല, ആ ഒരു കറക്റ്റ് വെയിറ്റ് മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറയണത്. ഓക്കെ, എത്ര വോളിയം, എമൗണ്ട്, വെയിറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റിന് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണ ആൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത് നമ്മളോട്. ജനറൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, പ്രിലിമിനറി അനാലിസിസ് ഓഫ് ആൾട്ടർനേറ്റീവ്, നമ്മൾ തന്നെ ഒരു പ്രൈമറി അനാലിസിസ് നടത്തണം, പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം, മാർക്കറ്റിംഗ് പ്ലാന് നോക്കണം, പിന്നെന്താ ക്യാപിറ്റൽ റിക്വയർമെന്റ് ആൻഡ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് കണക്കാക്കണം. ഇതെല്ലാം എന്ത് വേണം എന്നാണ് പറഞ്ഞത്, ക്വാണ്ടിഫൈ, അതായത് കറക്റ്റ് മെഷർമെന്റ് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ എന്താ ഓപ്പറേറ്റിംഗ് റിക്വയർമെന്റ് ആൻഡ് കോസ്റ്റ്, ഫൈനാൻഷ്യൽ അനാലിസിസ്, എക്കണോമിക് അനാലിസിസ്, സിമ്പിൾ ആൻഡ് കൺസൈസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സ്പെസിമെനിൽ ഒരു ഫോം തന്നിട്ടുണ്ട്. എന്ത് നമുക്ക് അതിന്റെ പ്രൊഫോമ എങ്ങനെ വേണമെന്ന് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് തന്നെ നെയിം ഓഫ് ദ ഫേമിന്റെ നെയിം, പിന്നെ ഇൻട്രൊഡക്ഷൻ, അഥവാ ആ ഒരു പ്രോജക്റ്റിന്റെ സ്കോപ്പ് കാര്യങ്ങൾ, എന്താണ് പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, മാർക്കറ്റബിലിറ്റി, ലൊക്കേഷൻ, സോഴ്സസ് ഓഫ് ഫൈനാൻസ്, റീപേയ്മെന്റ് ഷെഡ്യൂള്, അങ്ങനെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സ്കീമിൽ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്, ആ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിങ് നമ്മൾ ഓൺഡ് ആണോ, റെന്റഡ് ആണോ, ലീസ് ചെയ്തത് പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ്, എന്തെല്ലാം മെഷീനറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്, അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താ സ്റ്റാഫിനെ പറ്റിയിട്ട്, ലേബറിനെ പറ്റിയിട്ട്, സ്റ്റാഫ് ആൻഡ് ലേബർ, അതർ ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ, പവർ, വാട്ടർ ചാർജ്, അങ്ങനെ ട്രാൻസ്പോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വർക്കിംഗ് ക്യാപിറ്റല്, എന്താ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്, അതിൽ എന്തൊക്കെ ഉണ്ട്, റിക്കറിങ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ്, മെയിൻ്റെനൻസ് ചാർജ്, അങ്ങനെ ഒരു കറക്റ്റ് എന്താ പറയുക, ഈ ഒരു റിപ്പോർട്ട് വായിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻഫോർമേഷൻസ് കഴിയണം, നമ്മുടെ ചാപ്റ്റർ ഈ ഒരു പ്രൊഫോമയോടെ കഴിയും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഇപ്പൊ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിന്ന് ഈ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ആരാണോ ഈ ഒരു റിപ്പോർട്ട് വായിക്കണ ആള്, ആ ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ആ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ ഒരു രീതിക്കും എല്ലാ ഭാഗത്തുനിന്നും ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആ ഒരാൾക്ക്. ആ ഒരു രീതിക്ക് വേണം നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സോ അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളും പിന്നെ അതിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ് എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. സോ ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ എന്താ പറഞ്ഞത്, ഇതിൻ്റെ പർപ്പസും ഒബ്ജക്റ്റീവ്സും നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത്, പിന്നെന്താ റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമാണ് ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആക്കുന്നത് എന്തെല്ലാമാണ്, പിന്നെ സ്കോപ്പ് ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇതിൽ ഏത് ആസ്പെക്ട്സ്, അഥവാ എക്കണോമിക് ആസ്പെക്ട്, ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ്, അങ്ങനെ എല്ലാ ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഗൈഡ് ലൈൻസ്, ഓക്കെ, ആ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് നോക്കി ആഫ്റ്റർ ദാറ്റ് നമ്മൾ പ്രൊഫോമ
പ്രൊഫോമ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ആ ഒരു പ്രൊഫോമ ഒരു 4 മാർക്സിന് എങ്ങാനും ചോദിക്കും. ഓക്കെ, പ്രൊഫോമ ഒന്ന് വായിച്ചിട്ട് പോവാം. ഓക്കെ, സോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.